ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഉണ്ണി അപ്പൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം അപ്പുവേട്ടൻ്റെ അമ്മ രാവിലെ തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പം കഴിഞ്ഞ സൺഡേ ആയിരുന്നു വളകാപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ജസ്റ്റ് അമ്മൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഏട്ടൻ്റെയും ഫ്രണ്ട്സിന്, ഫാമിലീസും എല്ലാവർക്കും ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ഫങ്ഷൻ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വളകാപ്പിൻ്റെ അന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, എല്ലാ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം കൂട്ടിക്കൊണ്ടുവന്ന അന്ന് എല്ലാവരും ഒന്നുമില്ല, 5 ആൾ മാത്രം. അവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് മാമനും മാമിയും അമ്മമ്മയും പിന്നെ മാമൻ്റെ ഒരു മോനും അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ അവർ 4 പേരും, ഞാനും വാവയും പിന്നെ ഇവിടുന്ന് അമ്മയും കൂടി ഇറങ്ങുന്നുണ്ട്. അപ്പം 7 ആളായിട്ടാണ് ഇറങ്ങുന്നത്. ഓർഡർ നമ്പർ വേണമല്ലോ ഇറങ്ങാൻ, അങ്ങനെയാണ് ഇരുന്നത് കേട്ടോ. അപ്പം രാവിലെ തന്നെ എണീറ്റു, കുളിച്ച് റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്ക് മേക്കപ്പ് ചെയ്യണം, ഡ്രസ്സ് മാറ്റണം, അത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ കൊണ്ടുപോകാനുള്ള ഉണ്ണിയപ്പം അമ്മ രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ മാറ്റിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇതാണ് കേട്ടോ ഉണ്ണിയപ്പം. അത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചെടുത്തതാണ്. അപ്പോൾ എന്നാൽ നമുക്ക് പോയി റെഡി ആയിട്ട് വരാം. ഇതാട്ടോ ഡ്രസ്സ്, കല്യാണത്തിൻ്റെ അന്നത്തെ ഡ്രസ്സാണ്. വളകാപ്പിൻ്റെ അന്ന് നമ്മൾ സെപ്പറേറ്റ് ഡ്രസ്സ് എടുക്കുക ചെയ്തത്, വേറെ യെല്ലോവും ഗ്രീനും ഡ്രസ്സ് എടുക്കുകയാണല്ലോ ചെയ്തത്. അപ്പോൾ കൂട്ടിക്കൊണ്ടുവന്ന അന്ന് നമ്മൾ സാധാ പോലെ തന്നെ കല്യാണത്തിൻ്റെ ഡ്രസ്സും ഓർണമെൻറ്റ്സും അതൊക്കെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ എല്ലാവരും റെഡിയായി അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാ അവർ വന്നു കേട്ടോ. ഇവിടുന്ന് വീട്ടിൻ്റെ അടുത്തുള്ള ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ, രാജേച്ചി. പിന്നെ അവർ വന്നപ്പോൾ തന്നെ ലൈമും ക്യാരറ്റ് ഹൽവയും പിന്നെ ഉണ്ണിയപ്പം കൊടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞേരം അൽഫാം മന്തിയും പിന്നെ പായസവും ഐസ്ക്രീമോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവർ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മാംഗോ കേക്കാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളത് കട്ട് ചെയ്തു, അമ്മക്കും അമ്മമ്മക്കും അമ്മനും മാമിക്കും എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്ന ഫങ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ രാജേച്ചി, മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അവർ. അത് കഴിഞ്ഞേരെ ഇറങ്ങാൻ നേരം വിളക്ക് കത്തിച്ച് വെറ്റില അടയ്ക്കും മുറുക്കുമല്ലോ, അത് മുറുക്കിയതിന് ശേഷം നല്ല ചവർപ്പുണ്ടായിരുന്നു ടൈം. അത് കഴിഞ്ഞേരെ അമ്മ അരിയിട്ട് തൊട്ടൂരിൽ വെച്ചു. പിന്നെ എങ്ങോട്ടും തിരിയരുത്, ബാക്കോട്ട് തിരിയാൻ പാടില്ല, പിന്നെന്താ ആരോടും സംസാരിക്കരുത്, നേരെ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് ഇറങ്ങി കേട്ടോ എല്ലാവരും. പിന്നെ എൻ്റെ ചെരുപ്പ് ഉള്ളിലായി പോയി, ചെരുപ്പ് പുറത്തെടുത്തേക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ ഒരു ടൈമിൽ തിരക്കിൻ്റെ ഇടയിൽ മറന്നുപോയി. അങ്ങനെ അമ്മ പോയി ചെരുപ്പ് എടുത്തു തന്നു. അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആനി ടീച്ചറും മക്കളും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 7 ആളായിട്ട് ഇറങ്ങി. നേരെ കാറ് മേലെ കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. മാമൻ്റെ കാറ് ഹോണ്ട സിറ്റിയാണ്, കുറച്ച് വലിപ്പമുള്ളതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങത്തില്ല. അപ്പം മേലെ തന്നെയാണ്, റൂട്ടിൽ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മനോട് ചാച്ച ബൈ ബൈ പറഞ്ഞ മുമ്പൊക്കെ കൊടുത്ത് അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ നേരെ എൻ്റെ വീട്ടിലോട്ട്, അങ്ങനെ എൻ്റെ വീട്ടിലെത്തി ഗൈസ്, വീട്ടിലെത്തി. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് 1:30-ക്ക് ശേഷം ഇറങ്ങണം എന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എപ്പോൾ വേണമെങ്കിലും കയറാം, 1:30-ക്ക് ശേഷം അവിടുന്ന് ഇറങ്ങണം എന്നുണ്ടായിരുന്നു കേട്ടോ. അല്ലെ അമ്മ വിളക്ക് പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ വരുമ്പോൾ തന്നെ. അങ്ങനെ ഞാൻ വലത്തെ കാല് വെച്ച് കയറി, വിളക്ക് തൊട്ട് നടുവിൽ വെച്ച്. പിന്നെ കയറിയപാട് മധുരം കഴിക്കണമല്ലോ, അപ്പോൾ അങ്ങനെ അവിടെ ഒരു മുന്തിരി ഉണ്ടായിരുന്നു കേട്ടോ, പച്ചമുന്തിരി. അങ്ങനെ മുന്തിരിയൊക്കെ തന്നു, അമ്മയ്ക്ക് വായിലിട്ട് തന്നു, ഞാൻ നമുക്കും കൊടുത്തു. പിന്നെ അന്ന് തന്നെയായിരുന്നു കുടുംബസംഗമം ഉണ്ടായിരുന്നത്. കുടുംബസംഗമത്തിൻ്റെ മീറ്റിംഗ് അവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ, ഞങ്ങളെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഈ പ്രാവശ്യം. ഓരോ പ്രാവശ്യം ഓരോരുത്തരുടെ വീട്ടിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ മാനാഞ്ചിറ സ്ക്വയറിൽ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാവില്ല. ഈ പ്രാവശ്യം ഞങ്ങളെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ അമ്മയുടെ അടുക്കള എന്ന് പറഞ്ഞ ഹോട്ടൽ തുറന്നിട്ടുണ്ടല്ലോ, അപ്പോൾ
അവിടെ നിന്നായിരുന്നു മീറ്റിങ്ങൊക്കെ കഴിഞ്ഞു. എല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അച്ഛനും അമ്മയും കൂടി തട്ടി ദോശ ചുടുന്നുണ്ടായിരുന്നു. ദോശയും സാമ്പാറും ചട്നിയും. അങ്ങനെ ദോശയൊക്കെ കഴിച്ചു. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഇടയിൽ അപ്പുവേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പുവേട്ടനോട് കാണിച്ചു കൊടുത്ത് എല്ലാവരും കാണിച്ചു, സംസാരിച്ചു. അങ്ങനെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ആയതുകൊണ്ട് നല്ല കാറ്റും. അങ്ങനെ ദോശയും സാമ്പാറും കഴിച്ച് അന്നത്തെ ഡേ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിരുന്നിരിക്കും. ബൈ.